കണ്ണൂർ മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന 7 വയസ്സുകാരന് പരിക്ക്. കുളവയൽ റോഡിലെ പാർത്ഥിബനാണ് പരിക്കേറ്റത്. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ മഴ കുറയുന്നുണ്ട്, പലയിടത്തും വെള്ളക്കെട്ടുകൾ മാറുന്നു എന്നുള്ള ഒരു പ്രതീക്ഷാജനകമായ വിവരം കൂടി ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പിള്ള അവിടെ നിന്നും പങ്കുവെക്കുന്നുണ്ട്. മിഥുനോട് കൂടുതൽ വിശദാംശങ്ങൾ തേടാം. മിഥുനെ, അങ്ങനെ കണ്ണൂരിൽ മഴ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കുട്ടിക്കിപ്പോൾ പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ കുട്ടിയുടെ ആരോഗ്യനില തുടരുന്നത്? ഈ മഴ മാറിയ ഒരു സാഹചര്യം ഇന്നുടനീളം പ്രതീക്ഷിക്കാമോ? എന്താണ് കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റെയിൻ അപ്ഡേറ്റ്? അശ്വതി, 2 ദിവസത്തിന് ശേഷം അല്പം വെയിൽ കണ്ണൂരിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായൊരു വാർത്ത. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിർത്താതെ തോരാതെയുള്ള മഴയായിരുന്നു. ആ മഴ തന്നെയാണ് പലയിടത്തും വലിയ ദുരിതം വിതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ആശ്വാസകരമായ വാർത്ത. ഏതാണ്ട് 3 മണിക്കൂറിലേറെയായി ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ മാടായിലാണ് വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണ് 7 വയസ്സുകാരന് പരിക്ക് പറ്റിയത്. കുളവയൽ റോഡിലെ പാർത്ഥിബ് എന്ന് പറയുന്ന 7 വയസ്സുകാരനാണ് പരിക്കേറ്റത്. മഴയത്താണ് വീടിൻ്റെ മേൽക്കൂര, ഓടിട്ട മേൽക്കൂരയായിരുന്നു. ആ മേൽക്കൂര തകർന്നു വീണാണ് കുട്ടിക്ക് പരിക്കേറ്റത്. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ പയ്യന്നൂർ കേളോത്ത് മറ്റൊരു വീട് തകർന്നു വീണ് ഒരു സ്ത്രീക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ്, പയ്യന്നൂർ കേളോത്ത് ഇന്ദു എന്നൊരു സ്ത്രീക്കാണ് പരിക്കേറ്റത്. അവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലും കണ്ണൂരിൽ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത. വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്ന പലയിടത്തു നിന്നും വെള്ളം ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ശ്രീകണ്ഠാപുരം നഗരത്തിൽ നിന്ന് നമ്മൾ രാവിലെ ലൈവ് നൽകിയിരുന്നു. ആ സ്ഥലത്തൊക്കെ ഒരുപാട് നഗരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ വെയിൽ വന്നു തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് ആളുകൾക്ക് തിരികെ വരാനുള്ളൊരു സാഹചര്യം തന്നെ ഒരുക്കുന്നു എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും 2 ദിവസം നീണ്ടു നിന്ന ഒരു ദുരിത അവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഈ വെയിൽ വന്നതോടുകൂടി അല്ലെങ്കിൽ മഴ മാറുന്നതോടുകൂടി മാറ്റമുണ്ടായിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും മിഥുനെ, അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ മഴക്കാലം വരുമ്പോഴും ഇതിന് മുന്നോടിയായ നിരവധി ചർച്ചകൾ, യോഗങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ട അധികൃതർ വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി AP അനിൽകുമാർ അടക്കം പറഞ്ഞത് ഇത്തരത്തിൽ നേരത്തെ മഴ മുന്നൊരുക്കങ്ങളൊക്കെ പൂർണ്ണമായിരുന്നു എന്നാണ്. പക്ഷെ കണ്ണൂരിൽ അത്തരത്തിലൊരു കൃത്യമായ ഏകോപനം നടന്നിരുന്നു? മഴ മുന്നൊരുക്കങ്ങളിൽ വലിയ വീഴ്ച കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചില്ലേ? ചിലയിടത്തൊക്കെ പരാതികൾ ഉയർന്നു എന്നുള്ളത് വസ്തുതയാണ്. ആദ്യഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം മഴ മുന്നറിയിപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് എത്തിയതിന് ശേഷമാണ് അവധി പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കാരണം ശനിയാഴ്ച ഏതാണ്ട് 8 മണിക്ക് ശേഷം 8:30യോടുകൂടിയാണ് ഈ ഒരു വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. പക്ഷേ അപ്പോഴേക്കും തന്നെ പല വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ അറിയിപ്പ് അല്ലെങ്കിൽ ഇത്തരമൊരു അറിയിപ്പ് കിട്ടിയതിന് തൊട്ട് പിന്നാലെ വളരെ പെട്ടെന്ന് നടപടി എടുക്കേണ്ടതായിരുന്നില്ല എന്നൊരു വിമർശനം സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പം മഴ വളരെ പെട്ടെന്നാണ് വന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ റെഡ് അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് ആളുകളെ ഈ ഇത്തരം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറ്റേണ്ട നടപടി മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് കുറച്ച് വൈകി എന്നുള്ള രീതിയിലത്ര വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് 13 ദുരിതാശ്വാസ ക്യാമ്പുകളായി ഏതാണ്ട് 571 പേരാണ് കണ്ണൂർ ജില്ലയിൽ ഉള്ളത്. അതിലും ഈ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകില്ലെങ്കിൽ മാത്രം ഇവരെയൊക്കെ തന്നെ വീടുകളിലേക്ക് മടക്കി അയക്കാനുള്ള നടപടിയാണ് നിലവിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അശ്വതി, ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും മേൽക്കൂടി തകർന്നൊരു കുട്ടിക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ അല്പം ആശ്വാസമാണ്. വെയിലൊന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട്, മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ള ഏറ്റവും പ്രതീക്ഷാജനകമായ വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പങ്കുവച്ചതിന്